ഈ ക്വസ്റ്റിൻ്റെ മീനിങ് നമുക്ക് ആദ്യം നോക്കാം. ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വീട് മേടിച്ചിട്ടുണ്ട്. ഇഫ് എ പേഴ്സൺ ബോട്ട് എ ഹൗസ് ബൈ പേയിങ് ₹45 lakh. അങ്ങനെ വീട് മേടിച്ച സമയത്ത് തന്നെ അയാളൊരു ലിക്വിഡ് മണി, ഐ മീൻ സംതിങ് കൊടുത്തിട്ടുണ്ട്. എത്ര കൊടുത്തത്? 45 lakh rupees ആണ് കൊടുത്തത്. ഡൗൺ പേയ്മെന്റ് അല്ലെ, ഇനിഷ്യലി നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡൗൺ പേയ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ എത്രയോ ലക്ഷം രൂപയുടെ ഒരു വീട് മേടിച്ചിട്ടുണ്ട്. എത്രയോ നമുക്കറിയില്ല, പക്ഷെ കൊടുത്തത് എത്ര ലക്ഷം രൂപയാ? 45 ലക്ഷം രൂപ. അപ്പൊ ഇനിയും എന്തോ കൊടുക്കാനുണ്ട്. ഓക്കെ, ₹80,000 അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ഇയർ ടിൽ ദ പെർപെച്വിറ്റി. പെർപെച്വിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, അതിന് നമുക്ക് ആദ്യം പെർപെച്വിറ്റി എന്താണെന്ന് അറിയണം. പെർപെച്വിറ്റി എന്ന് പറഞ്ഞാൽ ഫോർ എവർ, കാലാകാലം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു എമൗണ്ട് ആണ് പെർപെച്വിറ്റി അല്ലേ. അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഫ്യൂച്ചർ ജനറേഷൻ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പീരിയോഡിക് പേയ്മെന്റ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പെർപെച്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വീട് മേടിച്ചു, 45 ലക്ഷം രൂപ കൊടുത്തു, ബാക്കി കൊടുക്കാനുണ്ട്, എൻ്റെ കയ്യിൽ അത്രയും എമൗണ്ട് കൊടുക്കാനില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുവാണ്? ഓരോ വർഷവും അയാൾക്ക് 80,000 അടുത്ത വർഷം വീണ്ടും 80,000 അഗൈൻ 80,000 ഇതിങ്ങനെ കാലാകാലം കൊടുത്തുകൊണ്ടിരിക്കുവാണ്. ഓക്കെ, സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 16% ആണെന്ന് തന്നിട്ടുണ്ട്. എന്നോട് കാണാൻ പറഞ്ഞത് പ്രസന്റ് വാല്യൂ ഓഫ് ദ ഹൗസ്. ഐ മീൻ ആ വീട് നമ്മളിപ്പോൾ റെഡി ക്യാഷ് കൊടുത്ത് മേടിക്കുവാണെങ്കിൽ 45 ലക്ഷം കൊടുത്തു, ഇനി എത്രയോ ഒന്നുകൂടെ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എത്ര രൂപ റെഡി ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വീട് മേടിക്കാൻ പറ്റും? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഓരോ വർഷവും കൊടുക്കുന്ന 80,000 ഇല്ലേ, എത്ര വർഷം? കാലാകാലം. ഇത് ഇന്ന് ഒന്നിച്ച് കൊടുക്കുവാണെങ്കിൽ എത്ര കൊടുക്കേണ്ടി വരും എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇന്ന് എൻ്റെ കയ്യിൽ കൊടുക്കാനില്ലാത്തത് കൊണ്ടാണല്ലോ ആസ് ആൻ ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ 80,000 കാലാകാലം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ കാലാകാലം ഫോർ എവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന 80,000 ഇന്ന് ഒന്നിച്ച് കൊടുക്കുവാണെങ്കിൽ എത്രയുണ്ടെന്ന് അറിയണം. അതിന് നമ്മൾ എന്ത് കാണണം? പ്രസന്റ് വാല്യൂ ഓഫ് പെർപെച്വിറ്റി കാണണം. ഓക്കെ, പ്രസന്റ് വാല്യൂ ഓഫ് പെർപെച്വിറ്റി. പ്രസന്റ് വാല്യൂ ഓഫ് പെർപെച്വിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എ ഡിവൈഡഡ് ബൈ ഐ ആണ്. എ എന്ന് പറയുന്നത് പീരിയോഡിക് പേയ്മെന്റ്സ് ആണ്. എയുടെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടുന്നത് 80,000 ഡിവൈഡഡ് ബൈ ഐയുടെ വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? ഐയുടെ വാല്യൂ 16% ആണ്, 0.16 കിട്ടും. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നത് 80,000 ഡിവൈഡഡ് ബൈ 16 ഐ മീൻ 0.16 കൊടുത്തു കഴിഞ്ഞാൽ 5 lakh rupees ആണ് കിട്ടുന്നത്. അതിനർത്ഥം എന്താ? 5 ലക്ഷം രൂപ ഞാൻ ഇന്ന് കൊടുക്കേണ്ട സ്ഥാനത്ത് എൻ്റെ കയ്യിൽ കൊടുക്കാനില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുവാണ്? എല്ലാ വർഷവും അതിന്റെ 16% ഇൻട്രസ്റ്റ് 80,000 കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാലാകാലം ഫോർ എവർ. ഓക്കെ, അപ്പം ഇന്ന് കൊടുക്കുവാണെങ്കിൽ എത്ര കൊടുത്താൽ മതിയായിരുന്നു? 5 ലക്ഷം. അങ്ങനെയാണെങ്കിൽ ആ വീടിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 45 ലക്ഷം നമ്മൾ കൊടുത്തല്ലോ അല്ലേ. ഇനി അതിന്റെ കൂടെ ഒരു 5 ലക്ഷം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ, 45 ലക്ഷം രൂപ നമ്മൾ കൊടുത്തു, അതിൻ്റെ കൂടെ ഒരു 5 lakh rupees കൂടെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ 50 lakh rupees. ഈ 50 ലക്ഷം രൂപ എന്ന് പറയുന്നതാണ് ആ വീടിന്റെ റെഡി ക്യാഷ് നമ്മൾ ഇന്ന് സെറ്റിൽ ചെയ്യുവാണെങ്കിൽ കൊടുക്കേണ്ടിരുന്നത്. ഓക്കെ, അതാണ് ആ വീടിന്റെ പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത്. ഐ മീൻ ഇന്ന് ഞാൻ ആ വീട് റെഡി ക്യാഷ് കൊടുത്ത് മേടിക്കുവാണെങ്കിൽ 50 ലക്ഷം രൂപ ആ ഓണർക്ക് കൊടുക്കുവാണെങ്കിൽ പിന്നെ ഞാനും അയാളുമായിട്ട് ഒരു ഇടപാടുമില്ല, അക്കൗണ്ട് ഫുള്ളി ക്ലോസ് ചെയ്തു. ഓക്കെ.